ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ദോശയും ഉള്ളി സാമ്പാറും ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പൊന്നി പച്ചരി ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് ഉഴുന്നുപരിപ്പും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല പോലെ തന്നെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ടൊരു 6-7 മണിക്കൂർ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു 6-7 മണിക്കൂറായിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ രാത്രിയാണ് അരച്ചെടുക്കണത്. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ കുതിർത്തി വെച്ച അരിയും ഉഴുന്നും ഉലുവയില്ലേ, അതിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ അതും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അതും മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതും നന്നായിട്ട് തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 മിനിറ്റോളം നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി ഞാൻ രാവിലെയാണ് ഇത് തുറന്ന് നോക്കണത്. കണ്ടില്ലേ? തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കാം കേട്ടോ നമുക്ക്. കണ്ടില്ലേ? നല്ല പോലെ തന്നെ നമ്മുടെ മാവ് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടി കുറച്ച് ഇതുപോലെ പരത്തി കൊടുക്കണം കേട്ടോ. ഇനി ഞാനതൊന്ന് മൂടി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ. കണ്ട നല്ല കട്ടി കുറഞ്ഞിട്ട് നല്ല മുരിഞ്ഞ ദോശ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ ഇട്ടത് കാരണം നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം കൂടി ചുട്ട് കാണിച്ചു തരാം കേട്ടോ. മാവ് നല്ലപോലെ ചട്ടി ചൂടായപ്പോൾ അതിൽ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ കട്ടി കുറച്ച് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ച് മൂടി വെക്കാം കേട്ടോ നമുക്ക്. ഒരു 2 സെക്കൻഡൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. കാരണം അത്രയും കട്ടി കുറവാണ് കേട്ടോ നമ്മുടെ ദോശക്ക്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുള്ള കട്ടി കുറഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും ഇതേപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് 1 കപ്പ് പരിപ്പെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കയ്യിൽ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 വിസിലൊക്കെ വന്നപ്പോഴേക്കും പരിപ്പ് നല്ല പോലെ തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചധികം തന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കോൽപ്പുളി എടുത്തിട്ട് കുതിർത്തി അതും വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കരയില്ലേ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ഉണ്ട് കേട്ടോ അത്. പിന്നെ ഞാനിവിടെ 1.5 ടീസ്പൂൺ സാമ്പാറും പൊടിയും 1/2 ടീസ്പൂൺ മുളകും പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചില്ലേ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഉള്ളി നല്ലപോലെ തന്നെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ തന്നെ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ പൊടികളും ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി വെന്തുടയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാമ്പാറിൽ ആകെ ഉള്ളത് ഉള്ളിയും തക്കാളിയും മാത്രമാണ്. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച പുളി ഉണ്ടല്ലോ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കതൊന്ന് അടച്ച് മൂടി വെക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാനൊരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചായ ശർക്കരയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തിളച്ച് വന്നപ്പോൾ കടുക് നല്ല പോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് നല്ല പോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ ദോശയും ഉള്ളി സാമ്പാറും ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കണ്ടില്ലേ നല്ല ദോശയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.